ചേട്ടാ, ഇപ്പൊ പുറത്തു വന്ന കത്ത് വിവാദം CPM നേതാക്കളുടെ വലിയ അഴിമതിയിലേക്കല്ലേ വിരൽ ചൂണ്ടുന്നത്? തീർച്ചയായിട്ടും. അതായത് CPM-വുമായി ബന്ധപ്പെട്ട് ഇപ്പോ അല്ലെങ്കിൽ തന്നെ CPM എന്താണ് ഇടിവെട്ടിയവനെ പാമ്പ് കടിച്ച അവസ്ഥയിലാണ് CPM ഉള്ളത്. അതിന്റെ കൂടെ തന്നെ പുതിയ വിവാദം എന്ന് പറയുന്നത് CPM-നെ ആകെ തന്നെ മുക്കിക്കളയുന്ന രീതിയിലേക്കുള്ള ഒരു ഏറ്റവും വലിയ അഴിമതി ആരോപണമാണ് ഇപ്പൊ പുറത്തു വന്നിട്ടുള്ളത്. ഈ പുറത്തു വന്ന ഷർഷാദ് എന്ന് പറഞ്ഞ വ്യക്തി, അതായത് പരാതി കൊടുത്തിട്ടുള്ള ഷർഷാദ് എന്ന് പറയുന്ന വ്യക്തിയും രാജേഷ് കൃഷ്ണ, UK-യിലെ എന്താണ് വ്യവസായിയായിട്ടുള്ള വിവാദ വ്യവസായി എന്ന് പറയുന്ന അയാൾ യഥാർത്ഥത്തിൽ എത്രത്തോളം വ്യവസായിയാണ് എന്ന കാര്യത്തിലൊക്കെ നമുക്ക് സംശയങ്ങളുണ്ട്. ഒരു വിവാദ ഇടനിലക്കാരൻ എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയുള്ള രാജേഷ് കൃഷ്ണയും തമ്മിലുള്ള CPM നേതാക്കളുടെ ബന്ധം, പ്രത്യേകിച്ച് MB ഗോവിന്ദനും MB ഗോവിന്ദന്റെ മകൻ ശ്യാംജിത്തുമായിട്ടുള്ള ബന്ധമാണ് ഇവിടെ ഏറ്റവും വലിയ ചർച്ചാ വിഷയമായിട്ട് നിൽക്കുന്നത്. ഇതില് പുഴു സിനിമയുടെ സംവിധായിക രത്തീന എന്ന് പറയുന്ന സംവിധായികയുടെ ഭർത്താവാണ് ഈ പറയുന്ന ഷർഷാദ് എന്ന് പറയുന്ന വ്യക്തി. അയാൾ ഈ പറയുന്ന രാജേഷ് കൃഷ്ണയുമായിട്ട് ഇയാൾക്ക് സാമ്പത്തിക ബന്ധങ്ങൾ ഉണ്ടായിരുന്നു, സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നു. ആ ഇടപാടുകളിൽ നിന്ന് വലിയ പ്രശ്നമുണ്ടായപ്പോൾ, വലിയ ചതി ഉണ്ടായപ്പോഴാണ് ഇദ്ദേഹം പരാതിയുമായിട്ട് പല സ്ഥലങ്ങളിൽ പോകുന്നത്. ഇപ്പം ഡൽഹി ഹൈക്കോടതിയിൽ ഒരു വലിയ പരാതി നിലനിൽക്കുന്നുണ്ട്. കേസ് ഡൽഹി ഹൈക്കോടതി പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് നമ്മൾ കേട്ടത് CPM-ന്റെ സമ്മേളനവുമായി ബന്ധപ്പെട്ട്, CPM-ന്റെ സമ്മേളനം എന്ന് പറയുന്നത് പാർട്ടി കോൺഗ്രസിൽ UK-യിലെ ഘടകവുമായി ബന്ധപ്പെട്ട് അവിടെയുള്ള പ്രതിനിധിയായിട്ട്, പല രാജ്യങ്ങളിലും ഇപ്പോൾ CPM-ന് ചില ഘടകങ്ങളുണ്ട്, ആ ഘടകങ്ങളിലെ പ്രതിനിധിയായിട്ട് വന്നത് രാജേഷ് കൃഷ്ണയാണ്. നോക്കണം, ഒരു തൊഴിലാളി വർഗത്തിന്റെ പാർട്ടി എന്നൊക്കെ പറയുന്ന പാർട്ടി എത്രത്തോളം അധപ്പതിച്ചു എന്നതിന്റെ ഏറ്റവും വലിയ സൂചനയാണ്. കാരണം രാജേഷ് കൃഷ്ണയെ പോലെ ഒരു വിവാദമായി നിൽക്കുന്ന ഒരു ഇടനിലക്കാരനെ, ഇപ്പൊ നമ്മൾ ഇവിടെ നന്ദകുമാറിനെ പറ്റി പറയും, TG നന്ദകുമാറിനെ പറ്റി നമ്മൾ പലപ്പോഴും പറയാറുള്ളത് എന്താണ്, വിവാദ ഇടനിലക്കാരൻ എന്നുള്ള നിലയിലാണ് പറയാറുള്ളത്. അതുപോലെ തന്നെ ഒരു ഇടനിലക്കാരൻ എന്നുള്ള നിലയിലാണ് ഈ വ്യക്തി അറിയപ്പെടുന്നത്. അത്തരത്തിലൊരാളെയാണ് CPM-ന്റെ എന്താണ് ഈ പറയുന്ന പാർട്ടി കോൺഗ്രസിൽ പങ്കെടുപ്പിച്ചത് എന്ന് പറയുമ്പോൾ തന്നെ ആ പാർട്ടി എത്രത്തോളം എന്താണ് പിന്നോട്ട് പോയി എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ MB ഗോവിന്ദൻ മാഷിന്റെ മകൻ ശ്യാംജിത്ത് നേരെ മറിച്ച് നമ്മൾ ഒരു കാര്യം കൂടി ആലോചിക്കണം. അതായത് കോടിയേരി ബാലകൃഷ്ണൻ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന സമയം ഉണ്ടായിരുന്നു. ഇപ്പൊ കോടിയേരി ബാലകൃഷ്ണൻ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ മകൻ ബിനീഷ് കോടിയേരിയുമായി ബന്ധപ്പെട്ടായിരുന്നു സകലമാന ആരോപണങ്ങൾ ഉയർന്നു വന്നത്. ബിനീഷ് കോടിയേരി പലതരത്തിലുള്ള കളികൾ നടത്തുന്നു, സിനിമാ മേഖലയിൽ പലതരത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നു, പല എന്താണ് കള്ളപ്പണ ഇടപാടുകളുടെ പുറകിൽ ബിനീഷ് കോടിയേരിയുടെ പേരുണ്ട്. അവസാനം എന്താണ്, കർണാടകയിൽ വെച്ച് ബിനീഷ് കോടിയേരി അറസ്റ്റിലാകുന്നത് NCBയുടെ അറസ്റ്റാണ്. നമ്മുടെ മയക്കുമരുന്ന് കേസുമായി ബന്ധപ്പെട്ട്, നാർക്കോട്ടിക് ലഹരിയുമായി ബന്ധപ്പെട്ടുള്ള കേസിലാണ് ബിനീഷ് കോടിയേരി അകത്താകുന്നത്. അതുവരെ ബിനീഷ് കോടിയേരിയുടെ വിളയാട്ടമായിരുന്നു സംസ്ഥാനത്ത് എന്നതായിരുന്നു ഏറ്റവും വലിയ വിവാദമായിട്ട് നിന്നത്. അപ്പോൾ അങ്ങനെ നിന്ന സമയത്തും പറയുന്നത്, കോടിയേരി ബാലകൃഷ്ണൻ എന്ന് പറയുന്ന സംസ്ഥാന സെക്രട്ടറിയെ മറയാക്കിക്കൊണ്ട് മകൻ കളിക്കുന്ന കളി എന്നത് വലിയ തരത്തിലുള്ള ഒരു ചർച്ചാ വിഷയമായി വന്ന ഒരു സാഹചര്യം. അതിനുശേഷം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ T അഥവാ വീണ തൈക്കണ്ടി എന്ന് പറയുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളുമായി ബന്ധപ്പെട്ട് വരുന്ന വിവാദങ്ങൾ, അത് കരിമണൽ കർത്ത എന്ന് പറയുന്ന ഇവിടുത്തെ വിവാദ വ്യവസായി കരിമണൽ ഊറ്റി അതിൽ നിന്ന് പൈസ ഉണ്ടാക്കി അതിൽ നിന്ന് നേരിട്ട് കൈക്കൂലി കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് ഒരു ഇല്ലാത്ത സോഫ്റ്റ്വെയറിന്റെ മെയിൻ്റെനൻസ് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രിയുടെ മകളുടെ അക്കൗണ്ടിലേക്ക് പണം കൈമാറി എന്ന് പറഞ്ഞുകൊണ്ട് വലിയ തട്ടിപ്പ് ആ നിലയിൽ നടന്നിട്ടുണ്ട്. അദ്ദേഹം കുറെ ആളുകളുടെ പേരൊക്കെ പുറത്തു വിട്ടിരുന്നു. ഇപ്പോ ഇതാ അതിന്റെ പിന്നോടി എന്നോണം MB ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറി ആയിട്ട് വരുമ്പോൾ അവിടെ ശ്യാംജിത്ത്, MB ഗോവിന്ദന്റെ മകനും ഒരു എന്താണ് പ്രധാന കഥാപാത്രമാവുകയാണ്. മക്കൾ രാഷ്ട്രീയം എന്ന് പറഞ്ഞ് പലപ്പോഴും കോൺഗ്രസിനെയൊക്കെ പരിഹസിക്കുന്ന ആളുകൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, കോൺഗ്രസിലൊക്കെ മക്കൾ രാഷ്ട്രീയം എന്ന് പറയുന്നത് നല്ല ജനപ്രതിനിധികൾ ഉണ്ടാക്കുന്നതാണ് മക്കൾ രാഷ്ട്രീയം. ഉദാഹരണത്തിന് നമ്മൾ ഇവിടുത്തെ എല്ലാ ആളുകളും, ഇപ്പൊ ചാണ്ടി ഉമ്മൻ എടുത്തോളൂ. ചാണ്ടി ഉമ്മൻ എന്ന് പറയുന്നത് ഉമ്മൻചാണ്ടിയുടെ മകനാണ്. ഉമ്മൻചാണ്ടിയുടെ മകൻ എന്നതിനേക്കാൾ ഉപരി ചാണ്ടി ഉമ്മൻ എന്നൊരു MLA ആണ്, സ്വന്തമായി ക്രെഡിബിലിറ്റി ഉള്ള ഒരു നേതാവാണ്. അദ്ദേഹം പാർട്ടിയുടെ പിന്നിൽ നിന്ന്, പാർട്ടിയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ അല്ല ശ്രമിച്ചത്, ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങാനാണ് ശ്രമിച്ചത്. നമ്മുടെ മുൻ സ്പീക്കറുടെ മകൻ അരുവിക്കരയിലെ ശബരിനാഥ് എന്ന് പറയുന്നത് നല്ല പൊളിറ്റീഷ്യനാണ് ഉണ്ടായി വന്നത്. കരുണാകരന്റെ മകൻ മുരളീധരൻ നല്ല പൊളിറ്റീഷ്യനാണ്. അതുപോലെ തന്നെ പത്മജ നല്ല പൊളിറ്റീഷ്യനാണ്. അതുപോലെ ഈ എല്ലാ നേതാക്കന്മാരുടെയും മക്കളെ എടുത്ത് നമുക്ക് പരിശോധിക്കുമ്പോൾ ഇവരൊക്കെ നല്ല പൊളിറ്റീഷ്യൻസ് ആയിട്ട് വരുമ്പോൾ CPM നേതാക്കളുടെ മക്കൾ മാത്രം
എന്താണ് നല്ല പൊളിറ്റീഷ്യൻസ് അല്ല, അവരുടെ ബിസിനസ്സും അവരുടെ കാര്യങ്ങളും ഒക്കെ നോക്കി അണിയറയിൽ സേഫായി നിൽക്കുകയും പുറകിൽ നിന്ന് എല്ലാ കളിയും കളിക്കുകയും ചെയ്യുന്ന ആൾക്കാരായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പൊ ഇവിടെ ഉയർന്നു വന്ന ആരോപണം എന്താ? ഇവിടെ ഉയർന്നു വന്ന ആരോപണം വളരെ ഗുരുതരമാണ്. കാരണം CPM-ന്റെ പല നേതാക്കന്മാർക്കും പല സ്വകാര്യ കമ്പനികളിലും ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട് എന്നാണ് ഷർഷാദ് ഇപ്പോൾ വെളിപ്പെടുത്തിയത്. ഇത് എത്രമാത്രം ഭീകരമാണ്. കാരണം മറ്റുള്ളവൻ ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങുന്ന സമയത്ത് അവൻ ബൂർഷ്വാ മുതലാളിയാണ്, അവൻ അങ്ങനെയാണ്, അവൻ ഇങ്ങനെയാണ് എന്നൊക്കെ പറയുകയും പാർട്ടി ഒരു നയരേഖ ഉണ്ടാക്കുകയും ആ നയരേഖയിൽ നേതാക്കളൊക്കെ ഇങ്ങനെ പ്രവർത്തിക്കണം എന്ന് പറയുകയൊക്കെ ചെയ്യുന്ന CPM തന്നെ കൃത്യമായി സ്വകാര്യ കമ്പനികളിൽ CPM-ന്റെ നേതാക്കന്മാർ പോയി ഓഹരി നിക്ഷേപം നടത്തുന്നു. ഇത് വലിയ പ്രശ്നമാണ്. ഇത് കോൺഗ്രസിന്റെയോ അല്ലെങ്കിൽ BJP-യുടെയോ നേതാക്കന്മാർ നടത്തുന്ന പ്രശ്നമില്ല. കാരണം വെച്ചാൽ അവരുടെ ആശയം അവർ കൃത്യമായി പറയുന്നുണ്ട്. പക്ഷെ CPM ജനങ്ങളെ, അണികളെ തന്നെ വിഡ്ഢികളാക്കുന്നതിന്റെ വലിയ ഒരു ഉദാഹരണമാണ് ഇവിടെ കാണുന്നത്. കാരണം എന്താണ്, നമ്മൾ ഒരു കാര്യത്തെ കണ്ണടച്ചെതിർക്കുക, നേരെ മറുഭാഗത്ത് അതിൽ പോയിട്ട് ഓഹരി നിക്ഷേപം നടത്തുക, എന്നിട്ട് അതിനെ തന്നെ സ്വകാര്യവൽക്കരണത്തെ എതിർക്കുക. ഇതെന്താണെന്ന് മനസ്സിലാവില്ല. നമ്മൾ ഇവർക്ക് വട്ടായതാണോ അതോ കാണുന്ന നമ്മൾക്ക് വട്ടായതാണോ എന്ന് നമ്മൾക്ക് പോലും മനസ്സിലാവാത്ത സ്ഥിതിയിലേക്കാണ് കേരളത്തിലെ CPM നേതാക്കന്മാർ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ സത്യത്തില് ബൂർഷ്വാ മുതലാളിത്തം അല്ലെങ്കിൽ പിന്നെ എന്താണ് ആഗോളവൽക്കരണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇപ്പോഴും പ്രസംഗിക്കുന്നത് കേൾക്കാം. എന്നിട്ട് ഇവരെന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? CPM-ന്റെ എല്ലാ നേതാക്കന്മാരുടെയും ആസ്തി എടുത്ത് പരിശോധിച്ചാൽ എങ്ങനെയാണ് CPM നേതാക്കന്മാർക്ക് ഇത്രയും ആസ്തി ഉണ്ടാവുന്നത്? അത് ഒരു തൊഴിലും ഇല്ലാതിരുന്ന ഒരാൾ MLA ആകുന്നു, മന്ത്രിയാകുന്നു. അവരുടെ മുഴുവൻ ശമ്പളവും കൂട്ടിയാൽ പോലും കിട്ടാത്തത്ര രീതിയിലുള്ള ആസ്തിയാണ് പല നേതാക്കന്മാർക്കും ഉള്ളത്. അവരുടെ ബിനാമികൾ ഏതൊക്കെ രീതിയിലാണ്? ഇപ്പൊ ബിനാമികൾ ഉണ്ട് എന്ന് പറയുമ്പോൾ എന്താണ് തെളിവ് എന്ന് ചോദിക്കുന്നു. ഇപ്പൊ ഇത് ഓർന്ന് വന്നില്ലേ? ഷർഷാദ് പറഞ്ഞ കാര്യവുമായി ബന്ധപ്പെട്ട് ഇവരൊക്കെ ബിനാമികളാണ്. ഈ MV ഗോവിന്ദൻ മാഷിന്റെ മകൻ ശ്യാംജിത്തുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ആരോപണങ്ങൾ അതിലും ഗുരുതരമാണ്. MV ഗോവിന്ദൻ ഈ പറയുന്ന എന്താണ് പോളിറ്റ് ബ്യൂറോയ്ക്ക് ഷർഷാദ് നൽകിയ കത്ത്, രാജേഷ് കൃഷ്ണയെ പ്രതിനിധിയാക്കിക്കൊണ്ട് കൊണ്ടുവന്നപ്പോൾ അതിനെതിരെ ഷർഷാദ് നൽകിയ പോളിറ്റ് ബ്യൂറോയ്ക്ക് നൽകിയ കത്ത് പുറത്തു വിട്ടത് MV ഗോവിന്ദന്റെ മകനാണ് എന്ന് പറയുന്നു. എന്ത് കാര്യത്തിന്റെ പുറത്താ? കാരണം MV ഗോവിന്ദന്റെ മകന് ഇതിൽ കൃത്യമായ കാര്യങ്ങൾ ഉള്ളത് കൊണ്ടാണ്. MV ഗോവിന്ദന്റെ മകന് പലതരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകളും രാജേഷ് കൃഷ്ണയുമായി ഉണ്ടെന്നും ഇയാളുടെ പല ഇടപാടുകളും നിയന്ത്രിക്കുന്നതും സഹായിക്കുന്നതും രാജേഷ് കൃഷ്ണയാണ് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ CPM-ന്റെ നേതാക്കന്മാരുടെ ബിനാമിയാണ് ആര്? ഈ പറയുന്ന രാജേഷ് കൃഷ്ണ എന്ന് പറയുന്നുണ്ട്. അത് ആരുടെയൊക്കെ? പിണറായി വിജയൻ അതിൽ പെട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ പറഞ്ഞു വരുന്നത് ഈ പറയുന്ന പോലെ MV ഗോവിന്ദൻ, അതുപോലെ പിന്നെ ഇപ്പോഴത്തെ സ്പീക്കർ AN ഷംസീർ ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ പേരുകളാണ് കേൾക്കുന്നത്. അത്തരത്തിലുള്ള ആളുകൾക്ക് നിക്ഷേപമുണ്ടെന്നും അവർ വഴിയാണ് ഇയാൾ ഇവിടെ എത്തുന്നതെന്നും ഈ നേതാക്കന്മാരൊക്കെ UK-യിലൊക്കെ പോകുന്ന സമയത്ത് അവിടെ താമസിപ്പിക്കുന്നതും ഭക്ഷണം കൊടുക്കുന്നതും പിന്നെ എല്ലാവിധ സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നതും ഒക്കെ ഇയാളാണ്. ഇയാൾക്ക് എന്താണ് പാർട്ടിയുമായിട്ട് ബന്ധം? അത് മാത്രം ഇവരാരും പറയുന്നില്ല എന്നതാണ്. ഇപ്പം കഴിഞ്ഞ തവണ UK-യിൽ പിണറായി വിജയൻ പോയ സമയത്ത് അദ്ദേഹത്തെ കൊണ്ടുപോവുകയും അവിടെ ഇരുത്തുകയും സകലമാന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്തത് ആരാണ്? ഈ ആളാണ്. ഇയാള് ഈ ഒരു പിന്നെ എന്താണ് പുഴു സംവിധായികയുടെ ഭർത്താവ് പിന്നെ ആയി ബന്ധപ്പെട്ടുള്ള വിഷയത്തില് ഒരു പുഴു സിനിമ നടക്കുന്ന സമയത്ത് മമ്മൂട്ടിയുമായി ബന്ധപ്പെട്ടൊരു വിവാദം വന്നിരുന്നു. ആ വിവാദവുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകൾ വന്നപ്പോൾ അതിനെതിരായിക്കൊണ്ടും ഒപ്പം ഈ പാർട്ടി കോൺഗ്രസുമായി ബന്ധപ്പെട്ട കാര്യത്തിലും മാധ്യമങ്ങൾ ചില വാർത്ത കൊടുത്തപ്പോൾ ഇവിടുത്തെ പ്രമുഖ മാധ്യമമായിട്ടുള്ള ഏഷ്യാനെറ്റ് ന്യൂസ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളെ പ്രതിയാക്കിക്കൊണ്ട് ഇയാൾ ഡൽഹി ഹൈക്കോടതിയിൽ ഒരു പരാതി കൊടുത്തു. ആ കേസ് ഇപ്പോഴും നിലനിൽക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കണം. അതിനിടയിലാണ് ഈ പറയുന്നത് പോലെ ഈ പാർട്ടി കോൺഗ്രസിനുള്ളിൽ ഇദ്ദേഹം കൊടുത്തിട്ടുള്ള കത്ത്, അതായത് ഷർഷാദ് കൊടുത്തിട്ടുള്ള കത്ത് ഡൽഹി ഹൈക്കോടതിയുടെ മുമ്പിലേക്ക് എത്തുന്നത്. ഈ കത്തിൽ ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്, ഈ കത്തിൽ കൊടുത്ത പരാതികളാണിത്, ഇതിനെ ആധാരമാക്കിയാണ് ഞങ്ങൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത്, ഈ വാർത്ത മാധ്യമങ്ങൾക്ക് ചോർത്തിക്കൊടുത്തത് ആരാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവിടെ ചർച്ചയ്ക്ക് വരികയാണ്. അപ്പോ അങ്ങനെ വരുന്ന സമയത്താണ് ഇവരുടെ കൂടുതൽ അഴിമതി കഥകൾ പുറത്തേക്ക് വരുന്നത്. TM തോമസ് ഐസക് എന്ന് പറയുന്ന നേതാവുമായി ബന്ധപ്പെട്ട് അയാളും ഈ പറയുന്ന TM തോമസ് ഐസക്കും തമ്മിലുള്ള ബന്ധം എന്താണ്? എന്തിനാണ് തോമസ് ഐസക് ഇതിൽ ഇടപെട്ടത്? ഇവരുടെ ഇടപെടൽ എന്തിന്റെ പുറത്താണ്? ഇവർക്കൊക്കെ എന്ത് തരത്തിലുള്ള ബിനാമി ഇടപാടുകളാണ് ഇവരുമായി ബന്ധപ്പെട്ടുള്ളത്? ഇത്തരം കാര്യങ്ങൾ ഷർഷാദ് പറയുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോവാണ്. കാരണം MV ഗോവിന്ദൻ മാഷിന്റെ മകൻ ഇവിടെയുള്ള ഒരു വലിയ വ്യവസായിയിൽ നിന്ന് ഒരു വലിയ തുക കൈപ്പറ്റിയെന്നും അത് വഴിവിട്ടുള്ള ഒരു സഹായം ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ടാണെന്നും ഇത്തരത്തിലുള്ള നിരവധിയായ കാര്യങ്ങൾ കേരളത്തിൽ ഈ നേതാക്കന്മാരുടെ മക്കൾ ഇടപെട്ട് നടക്കുന്നു എന്നാണ് ഷർഷാദ് പറയുന്നത്. ഇത് വലിയ അത്ഭുതമൊന്നുമല്ല.
നമ്മളിപ്പോ ഇത്തരത്തിലുള്ള കാര്യം വന്നതുകൊണ്ട് ഇത് ചർച്ച ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇത് അത്ഭുതമല്ല, ഇത് നിരന്തരമായി കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. കേരളത്തിൽ ഇപ്പോ ഒരു ഭാഗത്ത് മുതലാളിമാരെ കുറ്റം പറയുകയും മറുഭാഗത്ത് അവരെ എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുകയും ചെയ്യുന്ന ഒരു നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. CPM-ന്റെ ആശയപരമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ ഇതിനെ എല്ലാം മറച്ചു വെച്ചുകൊണ്ട് ഏതൊരാളുമായിട്ടും കൂട്ടുകൂടുകയും ഏതൊരു വിവാദ വ്യവസായി ആയിക്കോട്ടെ, എന്ത് തരത്തിലുള്ള വ്യവസായി ആയിക്കോട്ടെ, ഒരു പ്രമുഖ വ്യവസായിയുടെ വീട്ടിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പോയ ഒരു കാര്യമുണ്ട്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷമാണെന്ന് തോന്നുന്നു. കഴിഞ്ഞ വർഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ കോഴിക്കോട് ജില്ലയിലെ ഒരു വലിയ അമേരിക്ക കരിമ്പട്ടികയിലൊക്കെ പെടുത്തിയിട്ടുള്ള ഒരു വിവാദ വ്യവസായിയുടെ വീട്ടിൽ പോയി കുറെ നേരം അവിടെ ഇരുന്നു. അവരുടെ മകളുടെ കുഞ്ഞിനെയൊക്കെ എടുത്ത് താലോലിക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ കാണുന്നത്. കുറെ നേരം ഇരുന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനെ നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരു വിവാദ വ്യവസായിയുടെ, അതായത് കരിമ്പട്ടികയിൽപ്പെടുത്തിയ വ്യവസായിയുടെ വീട്ടിൽ വരെ പോകുന്ന പിണറായി വിജയനെയും പണ്ടത്തെ AKG EMS കൃഷ്ണപിള്ള തുടങ്ങിയ ആളുകളിൽ നിന്നും EK നായനാര് തുടങ്ങി VS അച്യുതാനന്ദൻ വരെയുള്ള നേതാക്കന്മാരിൽ നിന്നും എത്രമാത്രം വ്യത്യസ്തനായിരുന്നു അല്ലെങ്കിൽ എത്രമാത്രം മാറിപ്പോയിരിക്കുന്നു ഇന്നത്തെ പാർട്ടി എന്നതിന് ഏറ്റവും വലിയ തെളിവാണ് ഈ കാര്യങ്ങൾ. അവരാണ് ഇപ്പോ മറ്റുള്ള ആളുകളെ കുറ്റം പറയുന്നത്. എന്തായാലും ഈ കാര്യത്തിൽ കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. ഷർഷാദിന്റെ പരാതി വളരെ ഗൗരവകരമാണ്. ഇത് ED ഉൾപ്പെടെയുള്ള അന്വേഷണ ഏജൻസികൾ അന്വേഷിച്ചാൽ ഒരു പറ്റം നേതാക്കന്മാരുള്ള ബിനാമി അഴിമതി കഥകൾ പുറത്തു വരും.